പ്രിയപ്പെട്ടവരെ, ഇന്ന് ഷാവോയ്സിന്റെ ഈ ടോക്സ് എന്ന ഒരു പരമ്പര ആരംഭിക്കുകയാണ്. സമകാലിക വിഷയങ്ങളെ കുറിച്ചാണ് ഈ ചർച്ച സംഘടിപ്പിക്കുന്നത്. സാധാരണക്കാരായ 4-5 സുഹൃത്തുക്കൾ എങ്ങനെ ഓരോ വിഷയങ്ങളെയും നോക്കിക്കാണുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ ചർച്ച. ഏവർക്കും ഷാവോയ്സിന്റെ ഈ ടോക്സിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളായ 5 പേരാണ് ഇവിടെ ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം, എൻ്റെ പേര് വിൻസെന്റ്. ഞാൻ ഒരു ബാങ്ക് ജീവനക്കാരനായി റിട്ടയർ ചെയ്ത ആളാണ്. എൻ്റെ ബാല്യകാല സുഹൃത്തുക്കളോടൊപ്പം ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ പേര് ജോസ്. ലാസ്റ്റ് 34 ഇയേഴ്സ് ഞാൻ ഗൾഫിലായിരുന്നു. ഞാൻ ദുബായിലായിരുന്നു. ഇപ്പോൾ അറ്റ് പ്രസന്റ് ഞാൻ നാട്ടിൽ സെറ്റിൽഡ് ആണ്. ഞാൻ EJ വിൻസെന്റ്. ഞാൻ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ റിട്ടയർ ചെയ്തു. ഇപ്പോൾ കൗൺസിലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നു. ഞാൻ ജോസൺ, എയർഫോഴ്സിൽ ജോയിൻ ചെയ്തു. 29 കൊല്ലം സർവീസ് കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തി. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം വിദ്യാഭ്യാസ നിലവാരത്തിന്റെ ഒരു തകർച്ച. അദ്ദേഹം സൂചിപ്പിച്ചത് റിസൾട്ടും അതുപോലെ A+ അടങ്ങുന്ന ആ പെരുപ്പിക്കലിനെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ്. നമ്മൾ ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ എന്താണ് അതിന്റെ പോരായ്മ, എന്താണ് ഇനി അതിനൊരു മാർഗം എന്നതിനെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. തുടങ്ങുന്നത് വിൻസെന്റ്. എൻ്റെ ഒരു അഭിപ്രായത്തില് ഈ വിദ്യാഭ്യാസത്തിന്റെ ഉന്നത ഡയറക്ടർ പറഞ്ഞ ഒരു സത്യമായ ഒരു കാര്യമാണ്. നമ്മുടെ അധികാര ശ്രേണിയിലുള്ള ആളുകൾക്കൊക്കെ അറിയാവുന്നതും ഒരു വിധം ജനങ്ങൾക്കും അറിയാവുന്നതുമായ ഒരു സത്യമാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ വളരെ ചെറിയ ഒരു ന്യൂനപക്ഷം വിദ്യാർത്ഥികളും കുറച്ച് അറിവില്ലാത്ത രക്ഷാകർത്താക്കളും ഈ ഉയർന്ന വിജയ ശതമാനത്തിൽ വിശ്വസിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഗവൺമെന്റ്, പല ഗവൺമെന്റ്, ഇപ്പോഴത്തെ ഗവൺമെന്റ് എന്നില്ല, എല്ലാ ഗവൺമെന്റുകളും എടുത്ത നയത്തിൽ വന്ന ഒരു പ്രശ്നമാണ് ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്നത്. അല്ലാതെ നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം കുറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ വിദ്യാഭ്യാസത്തെ വിലയിരുത്തുന്ന സംവിധാനം, അതിൽ വെള്ളം ചേർത്ത് ശതമാനം കൂട്ടിക്കാണിച്ച് ഉണ്ടായിട്ടുള്ള ഒരു തകർച്ചയാണ്, നിലവാര തകർച്ച ഉണ്ടായിരുന്നത്. അതിന്റെ നയത്തിൽ വന്ന തകർച്ച, അല്ലാതെ നിലവാരത്തിലല്ല. കാരണം കുട്ടികൾക്ക് അറിവൊക്കെ പണ്ടുള്ളതിനേക്കാൾ കൂടുതൽ അറിവ് അവർക്കുണ്ട്, പല കാരണങ്ങളാണ്. അല്ല, ഇപ്പൊ ഇതില് ഈ പറയുന്ന വിദ്യാഭ്യാസത്തിന്റെ നിലവാരമല്ല, മറിച്ച് പിന്നെ അതിന്റെ വിലയിരുത്തലിൽ അല്ലെങ്കിൽ ഗ്രേഡ് നൽകുന്നതിൽ, റിസൾട്ട് ഉണ്ടാക്കുന്നതിൽ, അതിലാണ് അപജയം സംഭവിച്ചിട്ടുള്ളതെന്നാണ് വിൻസെന്റ് പറയുന്നത്. എനിക്ക് പറയുകയാണെങ്കിൽ വിദ്യാഭ്യാസ മൂല്യ തകർച്ച എന്ന് പറയുകയാണെങ്കിലേ മുമ്പുണ്ടായിരുന്നൊക്കെ വളരെ ക്യാമവും ഇപ്പോൾ വളരെ മോശമാണ് എന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും ഈ നമ്മുടെ മൂല്യശോഷണം എന്ന് പറയും. ഇപ്പൊ തന്നെ പഴയ ജനറേഷൻ ആയിരുന്നു നല്ലത്, ഇപ്പോഴത്തെ ജനറേഷൻ വളരെ മോശമാണ്, അത് വിദ്യാഭ്യാസത്തിലും കാണിക്കുന്നു എന്നൊന്നും പറയണോണ്ട് വലിയ എനിക്ക് അർത്ഥമില്ല. ഇപ്പൊ മൂല്യശോഷണവും അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു. അപ്പൊ ഓരോ കാലത്തിനനുസരിച്ചിട്ടുള്ള ഒരു മാറ്റം. അപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ കാര്യം ഒരു പർട്ടിക്കുലർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അന്നത്തെ സാഹചര്യത്തിൽ ഉള്ള കാര്യങ്ങളല്ലല്ലോ ഇപ്പോൾ നമ്മൾ മനസ്സിലാവുന്നത്. വളരെയധികം മാറ്റങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പൊ അതിൻ്റെതായുള്ള ഈ ഓൾ പ്രൊമോഷൻസ്, അതായിരിക്കും നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. ഓൾ പ്രൊമോഷൻ കൊടുത്തിട്ട് എല്ലാ കുട്ടികളെയും ജയിപ്പിച്ച് വിടുക. അപ്പോൾ കുട്ടികൾക്ക് അതിൻ്റെതായുള്ള ഒരു ബേസിക് എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല എന്നുള്ളതൊക്കെയാണ് മാറ്റം. പക്ഷെ ഓൾ പ്രൊമോഷൻ എന്തിനു വന്നു എന്നുള്ളതാണ് പിന്നത്തെ ചർച്ച. ഈ കുട്ടികളുടെ ഡ്രോപ്പ് ഔട്ട്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഓൾ പ്രൊമോഷൻ വന്നത്. ഒരു കാരണം, അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു പ്രൈമറി എഡ്യൂക്കേഷൻ ആണ് മസ്റ്റ് ആയിട്ടുള്ളത്. അപ് ടു 8th സ്റ്റാൻഡേർഡ് ഒരു കുട്ടിക്ക് ഒരു 12 വയസ്സ് വരെ, ഒരു 13 വയസ്സ് വരെ, ദാറ്റ് മീൻസ് ഒരു 8th സ്റ്റാൻഡേർഡ് വരെ പ്രൈമറി എഡ്യൂക്കേഷൻ. അവന് എഴുതാനും വായിക്കാനും ബേസിക് മാത്തമെറ്റിക്സ് അറിയണം, ഒരു ബേസിക് ഹിസ്റ്ററി അറിയണം, സയൻസ് അറിയണം. ഇതിനേക്കാളും കൂടുതൽ അവന് അറിയേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ലോകത്തില്. നടക്കുന്നില്ല എന്നാണോ പറയുന്നത്? നിലവാരം തകർച്ച ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അത് ശരിക്ക് അത് നോക്കുന്നുണ്ടോ എന്നുള്ളതാണ്. വാല്യുവേഷൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അവിടെയാണ്. വാല്യുവേഷൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ വിദ്യാഭ്യാസത്തിന്റെ നിലവാര തകർച്ച എന്നല്ല പറയണേ. അധ്യാപകരുടെ
ഒരു റെസ്പോൺസിബിലിറ്റിയാണ് കുട്ടികള് എത്രമാത്രം വിലയിരുത്തൽ, വിലയിരുത്തൽ. കുട്ടികളുടെ പ്രകടനത്തെ വിലയിരുത്തൽ. പ്രകടനത്തെ വിലയിരുത്തിയിട്ട് ആകരുത് വിദ്യാഭ്യാസത്തിന്റെ നിലവാരത്തെ അളക്കുന്നത്. അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? ഇല്ല, ഞാൻ പറഞ്ഞത് പ്രൈമറി എഡ്യൂക്കേഷൻ എന്തായാലും ഒരു കുട്ടിക്ക് മസ്റ്റാണ്. അവന് എഴുതാനും വായിക്കാനും പറഞ്ഞു. അപ്പോൾ അപ് ടു 8th സ്റ്റാൻഡേർഡ് അധ്യാപകർ ഇങ്ങനെ ഫുള്ള് ആളുകളെ ജയിപ്പിച്ച് സർക്കാരിന്റെ വിജയകരമായ വിദ്യാഭ്യാസ സമ്പ്രദായമാണെന്ന് കാണിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ റിസൾട്ട് ഉയർത്തി നിർത്തിയത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല, അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാത്ത വിദ്യാർത്ഥികൾ ഉണ്ട് എന്ന് പറയുന്നിടത്ത് വിദ്യാഭ്യാസത്തിന് വേണ്ടത്ര ഒരു പുരോഗതി അല്ലെങ്കിൽ അപജയം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പറയണത്. ഈ 10th-ലെയും 12th-ലെയും എക്സാം റിസൾട്ട് നോക്കിയിട്ടാണ്. ഇപ്പൊ എക്സാം എന്ന് പറയണത് എന്താ, ജസ്റ്റ് ഒരു കുട്ടിയുടെ മെമ്മറി അളക്കാനുള്ള ഒരു മാർഗമായിട്ട് മാത്രം മാറി. അല്ലാതെ അവന്റെ അറിവല്ല അവിടെ നോക്കുന്നത്. കുട്ടി എക്സാം എഴുതുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ പ്രൈമറി എഡ്യൂക്കേഷൻ വരെ, പ്രൈമറി അപ് ടു 8th സ്റ്റാൻഡേർഡ് വരെ നമുക്ക് അത് കഴിഞ്ഞ് അല്ലല്ല ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഇയാള് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റില് വിദ്യാഭ്യാസത്തിന് അപജയം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ നിലവാരത്തിൽ കുറവുണ്ടായിട്ടുണ്ടോ ഇല്ലേ? അതാണ് ആദ്യത്തെ ഒരു ചോദ്യം. അല്ല, അതിന് പറയാനുള്ളത്. മറ്റത് മാർഗമാണ്. നമ്മള് 8ാം ക്ലാസ് വരെ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട, അത് മറ്റോളം ചെയ്തിട്ട് അതേ പറഞ്ഞ ആഫ്റ്റർ 8th ഇതേപോലെ വളരെ സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് വേണം ഇവരുടെ കുട്ടികളെ പാസ്സാക്കണത്. പിന്നെ ഓൾ പ്രൊമോഷൻ വേണ്ടെന്നുള്ള കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. അത് വേറെ, അതൊരു വിഷയം വേറെയാണ്. ചോദ്യതാണ്. ഇപ്പൊ ഇയാള് പറഞ്ഞതനുസരിച്ച് ഇവിടെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം കുറഞ്ഞിട്ടുണ്ടോ? അക്ഷരം എഴുതാത്ത കുട്ടികളെ എങ്ങനെ പുറത്തേക്ക് വിട്ടിട്ട് എന്ത് കാര്യം? കേരളത്തിന്റെ വിദ്യാഭ്യാസം വേണ്ടത്ര രീതിയിൽ ആയിട്ടില്ല എന്ന് അയാൾ പറയുന്ന അയാളുടെ കമന്റിനോട് ജോസിന്റെ പ്രതികരണം എന്താണെന്ന് ചോദ്യം. അത് അയാൾ പറയുകയാണെങ്കിൽ അദ്ദേഹം പറയണതില് ഒരു പരിധി വരെ സത്യമുണ്ട്. ഒരു പരിധി വരെ സത്യമാണ്. അതായത് മാക്സിമം റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി. അതാണെങ്കിലും വിദ്യാഭ്യാസ നിലവാരം എന്ന് പറയുന്നൊരു സംഗതി തകർന്നു എന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. കാരണം കാലങ്ങളിലായിട്ട് ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ പരീക്ഷണങ്ങളും അതിനനുസരിച്ചുള്ള പ്രവൃത്തികളും സാധാരണഗതിയിലുണ്ടാവും. ഏത് മേഖലയിലും പുതിയ രീതികൾ. അതായത് കുട്ടികളെ ആ സമയത്ത് അങ്ങനെയായിരുന്നു, അപ്പം അത് ശരിയല്ല, അന്ന് കുട്ടികളെ അടിച്ചിരുന്നു അല്ലെങ്കിൽ ശിക്ഷണം കൂടുതലായിരുന്നു, അപ്പം അതല്ല ശരി എന്ന് ചിന്തിച്ച് അതിനനുസരിച്ച് അവർക്ക് ഫ്രീ ആയിട്ടുള്ള രീതിയിൽ പഠിക്കാനും അവരുടെ പല ടാലൻറ്റുകളും വളർത്താനുള്ള രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം നിലവിൽ വന്നു. അത് അടുത്ത തവണ നമ്മൾ അതിനനുസരിച്ച് വീണ്ടും പഠനങ്ങളും പരീക്ഷണങ്ങളും അല്ലെങ്കിൽ ഗവൺമെൻറ് നയങ്ങളും രൂപീകരിക്കും. എന്നതുപോലെ വിദ്യാഭ്യാസ നയത്തിൽ എപ്പോഴും ഒരു നോവൽറ്റി വന്നുകൊണ്ടിരിക്കും. അത് തീർച്ചയായിട്ടും തെറ്റല്ല. അക്ഷരം എഴുതാൻ അറിയാത്തവനും A+ കിട്ടുക എന്ന് പറയുന്നത് ഒരു ദുരവസ്ഥ തന്നെയാണ്. ഞാനിതിലേക്ക് കാണുന്നത് വിദ്യാഭ്യാസത്തിന്റെ മൂല്യ തകർച്ച എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം താഴ്ന്നു പോയി എന്നുള്ളതല്ല. ഇൻ ജനറൽ നമ്മളുടെ ഒരു നിലവാരം താഴ്ന്നു പോയിട്ടുണ്ട്. ഇൻ ജനറൽ അവിടെ നല്ല വിദ്യാഭ്യാസത്തിന്റെ മേൽക്കൈയിൽ എത്തുന്നവരും വളരെയധികം കൂടിയിട്ടുണ്ട്. പക്ഷെ ഇൻ ജനറൽ അതിൽ വന്നിട്ടുള്ള പാകപ്പിഴയുടെ കാര്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതുകൊണ്ടാണ് ആ മൂല്യ തകർച്ച എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത്. കാരണം നമ്മൾ ഓരോ കുട്ടികളെയും ഇതിന്റെ നിലവാരം അളക്കുന്ന സമയത്ത് നിലവാരം അളന്ന് ഇവരെല്ലാവരും നല്ല ഹൈ നിലവാരത്തിലാണ് എന്ന് വിധി കത്തിയിരിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് ആ നിലവാരം ഉണ്ടോ എന്ന് ശരിയായ രീതിയിൽ നോക്കാതെയാണ് ഈ പറയുന്നത്. അവിടെ ഓരോ ഗവൺമെന്റും കുട്ടികൾക്ക് ഇത് വളരെയധികം ഉപകാരപ്പെട്ട രീതിയിലാണ് ഞങ്ങൾ പ്രവർത്തിച്ചത് എന്ന് കണക്കാക്കാൻ വേണ്ടി ഓരോ വർഷവും ഈ റിസൾട്ട്, പെർസെൻറ്റേജ് ഓഫ് റിസൾട്ട് കൂട്ടി കൊണ്ടുവരിക എന്നുള്ള ഒരു മെത്തേഡിലേക്ക് പോയി. അങ്ങനെ വന്നപ്പോൾ ഈ മൂല്യനിർണയത്തിലുള്ള വെള്ളം ചേർക്കല്, അതിലെ ലിബറലൈസേഷനൊക്കെ വന്നു. അങ്ങനെയാണ് ഇത് എഴുതാൻ അറിയാത്തവനും A+ ഒന്നും കിട്ടുന്നു എന്ന് അയാൾ പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞിട്ടില്ല ഈ എഴുതാൻ അറിയാത്തവന് A+ കിട്ടി എന്നല്ല ഉദ്ദേശിച്ചത്. ആണെങ്കിലും നല്ല ഉദ്ദേശത്തിന്റെ ശുദ്ധി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ പെർസെൻറ്റേജ്
നമ്മളൊരു എഴുതാൻ പോലും നമ്മുടെ മാതൃഭാഷയിൽ തന്നെ എഴുതാൻ പോലും അറിയാത്ത വ്യക്തി ഒരു 10ാം ക്ലാസ് എന്ന് പറയുന്ന ഒരു കടമ്പ പ്രധാനപ്പെട്ട ഒരു പരീക്ഷ ഒരു വിശകലനം നടത്തിയിട്ട് നമ്മൾ എടുക്കുമ്പോൾ അയാൾക്ക് അതുപോലും എഴുതാൻ അറിയാത്ത ഒരു വ്യക്തിനെയാണ് നമ്മളത് പാസ്സാക്കി വിടുന്നത് എന്നുള്ളത് ഒരു ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. ആ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനിതിനെ കാണുന്നത് ഞാൻ പഠിക്കുന്ന കാലത്തായാലും ബിലോ ആവറേജ് ഉണ്ട്, ആവറേജ് ഉണ്ട്, എബവ് ആവറേജ് ഉണ്ട്. 3 ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള രീതിയിൽ കുട്ടികൾ ഞാൻ പഠിക്കുന്ന കാലത്ത് എൻ്റെ ക്ലാസ്സിലുണ്ട്, ഞാൻ പഠിപ്പിക്കുന്ന കാലത്ത് ഓരോ ക്ലാസ്സിലുണ്ട്. അത് DPPയുടെ കാലത്തുണ്ട്, അത് കഴിഞ്ഞിട്ടുള്ള കാലത്തും. ഏത് പുതിയ പഠന സമ്പ്രദായം ഏർപ്പെടുത്തിയപ്പോഴും ആ കുട്ടികളൊക്കെ അതുപോലെ തന്നെ തുടർന്ന് വരുന്നുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. അവരുടെ IQ ലെവൽ ഉണ്ടാവാം, അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവാം, പല കാരണങ്ങളുണ്ടാവാം. ആ പല കാരണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ ബിലോ ആവറേജ്, ആവറേജ്, എബവ് ആവറേജ് 3 കാറ്റഗറിയും ഉണ്ട്. അപൂർവം കുട്ടികൾ നല്ല ട്രെയിനിങ് കിട്ടുമ്പോൾ ആവറേജ് ഉള്ളത് എബവ് ആവറേജ് ആയി കുറെ കൂടി മികവുള്ളവരായിട്ടൊക്കെ മാറിയിട്ടുള്ള ചരിത്രമുണ്ട്, പിന്നിൽ നിൽക്കുന്നവരുണ്ട്. അതൊക്കെ പെർസെൻറ്റേജ് വളരെ കുറവാണ്. പ്രാഥമികമായിട്ട് ഈ 3 കാറ്റഗറി ഉണ്ട്. അത് ഉൾക്കൊള്ളാതെയാണ് ഇന്നത്തെ ഈ പറയുന്ന വിലയിരുത്തൽ സംവിധാനം നടത്തുന്നതെന്നാണ് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. നേരത്തെ ജോസഫ് പറഞ്ഞതുപോലെ 10ാം ക്ലാസ്സിലെ ഒരു കുട്ടി പാസ്സാവുമ്പോൾ എബവ് ആവറേജ് ആയിട്ട് ആ സമയത്ത് പഠിച്ച്, നേരത്തെ പറഞ്ഞത് ഓർമ്മശക്തിയുടെ അളവുകോലാണ് നടത്തുന്നതാണെങ്കിൽ പോലും ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന കുട്ടികൾക്ക് A+ കൊടുക്കാൻ പാടുള്ളൂ. മറ്റു കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് പലതും കൊടുത്ത് പല രീതിയിൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതൊക്കെ മറ്റു കാര്യങ്ങൾക്ക് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പഠനത്തിന്റെ ഒരു വിലയിരുത്തൽ നടക്കുമ്പോൾ അത് A+ കൂടുതൽ കൊടുത്താൽ കൂടുതൽ നല്ല സർക്കാരായി എന്നുള്ള നിലയിലോ, കഴിഞ്ഞ തവണ 99.2 കഴിഞ്ഞ കൊല്ലത്തെ റിസൾട്ട് SLC. ഈ അവസാന കൊല്ലം 99.8 മറ്റോ ആണ്, 99.7 മറ്റോ ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോ അവിടെ ഇതിങ്ങനെ കൂട്ടിക്കൊടുന്നിട്ട് യാതൊരു കാര്യമില്ല. അപ്പോഴും ഈ 99% അല്ലെങ്കിൽ 100%ത്തിലും ബിലോ ആവറേജ് ഉണ്ട്, ആവറേജ് ഉണ്ട്, എബവ് ആവറേജ് ഉണ്ട്. ഈ 3 കാറ്റഗറി ഇല്ലാതെ ഒരു വിദ്യാർത്ഥി സമൂഹവും 10ാം ക്ലാസ് കഴിയുന്നില്ല എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇത് A+ കൂടുതൽ കൊടുത്തിട്ട് ശരിയായ അർത്ഥത്തിൽ A+ കിട്ടുന്ന കുട്ടികളുടെ വില കളയുന്ന തരത്തിലേക്ക് ഇത് പോകുന്നത് ആശാസ്യമല്ല. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ മുന്നിലുള്ളവരെ ഉറക്കിക്കെടുത്തിയിട്ട് പിന്നിലുള്ളവരെ കൊണ്ടുവന്നിട്ട് കാര്യമൊന്നുമില്ല. പണ്ട് സോഷ്യലിസം നടപ്പാക്കുന്നതിന് ഉള്ളവരെ കാശ് മേടിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും പങ്കിട്ട് തുല്യമായി കൊടുക്കുന്നതിനെ സോഷ്യലിസം എന്ന് പറയുന്നു, അല്ലെങ്കിൽ അതിനെ മറ്റീസങ്ങൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതല്ലല്ലോ വിദ്യാഭ്യാസ രംഗത്ത് മികവുള്ളവരായി നിൽക്കണം. കുറവുള്ളവര് അവന് മറ്റു മേഖലയിൽ വികസിക്കാൻ ആവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഈ പറയുന്ന സർക്കാർ സംവിധാനം അടക്കമുള്ള കാര്യങ്ങളാണ്. അത് പലപ്പോഴും വേണ്ട രീതിയിലാകാതെ പോകുമ്പോ ഒരു എബവ് ആവറേജ് ആയ കുട്ടി എബവ് ആവറേജ് ആണെന്ന് സമൂഹത്തോട് പറയുമ്പോ യഥാർത്ഥ അർത്ഥത്തിൽ എബവ് ആവറേജ് ആകണം. അതിന്റെ വിലയിരുത്തൽ രീതി ഉണ്ടാവണം. ആ രീതിയിലുള്ള മാർക്കും ആ രീതിയിലുള്ള പരീക്ഷയും നടത്തിയാലാണ് കുട്ടികളോട്, ആവറേജ് ആയ കുട്ടികളോടും എബവ് ആവറേജ് ആയ കുട്ടികളോടും ബിലോ ആവറേജ് ആയ കുട്ടികളോടും നീതി സമൂഹത്തിനോടും നീതി നടപ്പിലാവും. അത് നടപ്പാക്കാത്തോടത്തോളം കാലം ഈ പറഞ്ഞ രീതിയിൽ വിലപിക്കാനേ നമുക്ക് പറ്റൂ എന്നുള്ള വിശ്വാസക്കാരനാണ് ആ കാര്യത്തിൽ ഞാൻ. കാര്യത്തിൽ ഞാൻ പറയുന്നതേ, ഞാൻ എന്റെ വൈഫ് ഇതേപോലെ ഒരു ടീച്ചറാണ്. അപ്പോ പലപ്പോഴും ക്വസ്റ്റ്യൻസ് ടീച്ചേഴ്സ് ഇടുമല്ലോ. അപ്പൊ ആള് ഒരു പ്രൈവറ്റ് CBSE ഇതിലെ പഠിപ്പിക്കുകയായിരുന്നു. അപ്പൊ ക്വസ്റ്റ്യൻസ് ഇടുമ്പോൾ, വീട്ടില് ക്വസ്റ്റ്യൻസ് ഇടുമ്പോൾ പലപ്പോഴും അതിലൊക്കെ ഞാൻ ഇടപെട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ചെയ്തിരുന്നതും എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ചും ഈ കുട്ടികൾ പല രീതിയിലായിരിക്കണം നമ്മൾ ക്വസ്റ്റ്യൻസിനെ ഇടേണ്ടത്. അതായത് ഏറ്റവും എളുപ്പത്തില് വളരെ ലോ ആവറേജ് ഉള്ള കുട്ടികൾ ഉണ്ടാവുമല്ലോ, അവർക്ക് മനസ്സിലാവുകയും അവര് അത് ഉത്തരം പറയുകയോ അല്ലെങ്കിൽ എഴുതുകയോ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അതിലുണ്ടായിരിക്കണം. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അതായത് 40% ഉണ്ടായിരിക്കണം. പിന്നെ ഒരു 20-30% നമ്മൾക്ക് അതിന്റെ എബവ് ആവറേജ് സ്റ്റുഡൻസിനും ഉള്ള രീതിയിലേക്ക് കുറച്ചും കൂടി ഹയർ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കണം. പിന്നെ ഒരു 30%-20% അത് ഹൈ
അതായത് ഏറ്റവും Intellectual. ക്വാളിറ്റി ഇന്റലക്ച്വൽ ആയിട്ടുള്ള കുട്ടികൾ അറ്റൻഡ് ചെയ്യാവുന്നതും അവര് അതിനെ അപ്രോച്ച് ചെയ്യേണ്ടതും ഉത്തരം പറയേണ്ടതും ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ IQ, നമ്മുടെ ആ ഒരു കുട്ടിയുടെ എല്ലാ ശരിയായ നിലവാരം കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ പലപ്പോഴും എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കും. പക്ഷെ അത് സ്കൂളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അത് പറ്റില്ല എന്ന് പറയും. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ കുട്ടികൾ ഉത്തരം എഴുതില്ല. ഉത്തരം എഴുതിയില്ലെങ്കിൽ റിസൾട്ട് മോശമായാല് ആ സ്കൂളിന്റെ പേര് വേണം. അപ്പൊ അങ്ങനെ നമ്മളെ തന്നെ താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല നിലവാരത്തില് പോകുന്ന കുട്ടി നല്ല നിലവാരത്തില് അതിന് ഉത്തരം എഴുതട്ടെ. ചോദ്യമല്ല, ഞാൻ എനിക്കിതിനെ പറ്റി പറയാനുള്ള ഒരു കാര്യം, പ്രശംസിച്ചുകൊണ്ട് ഒരാളെ നശിപ്പിക്കുക എന്ന് പറയുന്ന ഒരു രീതി പത്രങ്ങളിലൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അതൊരു പരിധിവരെ ശരിയാണ്. ഇപ്പോൾ ക്രിക്കറ്റില് ഒരു ദിവസം നന്നായി കളിച്ച ഒരാള്, അയാളാണ് ഈ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ബാറ്റ്സ്മാൻ എന്ന് പറഞ്ഞുകൊണ്ട് പത്രങ്ങൾ എഴുതുകയും ഇത് അദ്ദേഹത്തിൽ കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കുകയും ചെയ്യും. നെക്സ്റ്റ് കളിയിൽ ഇയാളാണ് ഏറ്റവും വലിയ കളിക്കാരൻ എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് ആ തരത്തിൽ പെർഫോം ചെയ്യാൻ പറ്റുമോ എന്ന് സംശയിച്ച് അദ്ദേഹത്തിന് അത് ചെയ്യാൻ പറ്റാതെ വരുന്നു, കീഴടങ്ങുന്നു. ആ നേരം ഇതൊന്നും ഇല്ലെങ്കിൽ അദ്ദേഹം കുറെ കൂടി നന്നായി പെർഫോം ചെയ്യുമായിരുന്നു. അപ്പൊ പ്രശംസിച്ചുകൊണ്ട് നശിപ്പിക്കുക, അതാണ് ഇവിടെ സംഭവിക്കുന്നത് പലപ്പോഴും. കാരണം ഒരു ആവറേജ് മാർക്ക് മാത്രം കിട്ടാൻ അർഹതയുള്ള ഒരു കുട്ടിക്ക് ഏറ്റവും ടോപ്പ് മാർക്ക് കൊടുത്ത് ആ കുട്ടിക്ക് തോന്നുന്നു ഞാൻ ഈ വിദ്യാർത്ഥികളിൽ ഞാൻ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളാണ്, ഞാനിപ്പോ ഈ പഠിക്കുന്ന രീതിയിലും എന്റെ ഈ അറിവൊക്കെ വെച്ച് പോയാൽ എനിക്ക് ഡോക്ടർ ആവാനോ അല്ലെങ്കിൽ സമൂഹത്തിന് ഉന്നതിയിലെത്താനോ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് അവൻ തെറ്റായി ധരിക്കുന്നു. പേരൻസും അതുപോലെ അതിന് വീണു പോകുന്നു. അവന് പറ്റാത്ത കോഴ്സുകൾ എടുക്കാനും അങ്ങനെ അവൻ ജീവിതത്തിൽ പരാജയപ്പെടാനും ഇടവരുന്നു. കൂടാതെ ഈ തെറ്റായ രീതികൾ ഉള്ളത് കൊണ്ട് വേറൊരു പ്രശ്നം കൂടി വരുന്നു. 10ാം ക്ലാസ് പാസ് എല്ലാം A+ കിട്ടി പാസ്സായ കുട്ടികളെ ഇനിയൊരു കോഴ്സിന് എടുക്കണമെങ്കിൽ അവര് വീണ്ടും എൻട്രൻസ് നടത്തിയിട്ട് വേണം എടുക്കേണ്ട ഗതികേടിലേക്ക് വരുന്നു. കാരണം ഈ 10ാം ക്ലാസ്സിന്റെ മാർക്ക് ഒന്നിന്റെയും മാനദണ്ഡമല്ല, അല്ലെങ്കിൽ ഇത് അവന്റെ കഴിവിന്റെ മാനദണ്ഡം അല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അവന് വീണ്ടും എഞ്ചിനീയറിംഗിന് കിട്ടാനോ എന്തെങ്കിലും കോഴ്സിന് വീണ്ടും ഒരു പരീക്ഷ വേണ്ടി വരുന്നു. ഇത് SSLC മാത്രമല്ല, ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. TTC, B.Ed ഇതൊക്കെ കഴിഞ്ഞ കുട്ടികള് TTC പഠിപ്പിക്കുന്നത് എങ്ങനെ പഠിപ്പിക്കാം, അവനതിനുള്ള കഴിവുണ്ടോ, ഇതൊക്കെ വിലയിരുത്തിയിട്ടാണ് ഒരു TTC പാസ്സായി വരുന്ന ഒരാൾ. ആൾക്ക് വീണ്ടും സ്കൂളിൽ കയറണമെങ്കിൽ ഇനി അയാൾ ഒരു കോഴ്സ് പാസ്സായിട്ട് വേണം കയറാൻ. അത് എന്തുകൊണ്ടാണ് അത് വേണ്ടി വരുന്നത്? ഈ പെർട്ടിക്കുലർ ആവശ്യത്തിന് ഒരു കോഴ്സ് പഠിച്ച ആള് ആ കഴിവൊക്കെ ഉണ്ട് എന്ന് ഗവൺമെന്റ് സർട്ടിഫൈ ചെയ്ത ആൾക്ക് വീണ്ടും ആ കാര്യത്തിന് അവനെ എടുക്കുവാനായിട്ട് കേട്ടോ രണ്ടു തരത്തിൽ പറയാം. ഫിൽട്ടറിംഗ് അല്ല, അപ്പോഴും മുഴുവൻ അപ്പോഴും കൃത്യമാൾക്കാരല്ല കേട്ടിട്ട് പാസ്സാവുന്നത്. അവിടെയും കൂടുതൽ ആൾ പാസ്സാവും. ഒരു ചെറിയ ഫിൽട്ടറിംഗ് അവിടെ നടക്കും. ഫിൽട്ടറിംഗ് നടക്കും കാരണം ഉള്ളവരിൽ നിന്ന്. പക്ഷെ നമ്മൾ TTC ഇറ്റ്സെൽഫ് ടീച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള കോഴ്സാണ്. മാത്രമല്ലേ പാസ്സാവാൻ പാടുള്ളൂ. അങ്ങനെ TTC ഒരാൾ ചേർന്നു, എനിക്ക് ആ കഴിവുണ്ട് എന്ന് തിരിച്ചു ചേർന്നു. പക്ഷെ അവന് ആ കഴിവില്ല എന്ന് അധ്യാപകൻ മനസ്സിലാക്കണല്ലോ. അങ്ങനെയുള്ള ആളാവണല്ലോ TTC പഠിപ്പിക്കേണ്ട അധ്യാപകൻ. ഈ കുട്ടിക്ക് ഇതില് അപ്പൊ ആ കോഴ്സ് വീണ്ടും വേണ്ടി വരുന്നത് അനാവശ്യമായി മാർക്ക് കൊടുക്കുകയും ഇതുപോലെ മോഡറേഷൻ കൊടുത്ത് പാസ്സാക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് വീണ്ടും ഒരേ കാര്യത്തിന് വീണ്ടും ഇതിലെന്താ അറിയോ, ഇതില് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള എന്താ വെച്ചാൽ, ഇപ്പോ നമ്മള് 10ാം ക്ലാസ് അല്ലെങ്കിൽ 12ാം ക്ലാസ്സിലുള്ള ആ വിദ്യാഭ്യാസപരമായിട്ടുള്ള നേട്ടം അല്ലെങ്കിൽ ആ ഒരു ആ മാർക്ക് ലെവലല്ല ഒരു കുട്ടിയുടെ കഴിവായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അത് സത്യമല്ലേ? അത് സത്യമാണ്. അപ്പോ അല്ല, അത് എല്ലാ കുട്ടികളുടെ പറയരുത്. ചില കുട്ടികളുടെ കാര്യത്തിൽ അത് കറക്റ്റ് ആണ്. അതേസമയം ഇപ്പൊ നമ്മള് ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ മാർക്ക് കൂടുതൽ വരുന്ന തന്നെയാണ് ഇത്, വെറുതെ ഇട്ട് കൊടുക്കുന്ന ഒരു വിഷയം തന്നെയാണ്. അതേസമയം അവരുടെ കഴിവായിട്ട് ഇതായിട്ട് ഒരു ബന്ധമില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. ചില സമയത്ത് ഇതിപ്പോ ഒരു ചെറിയ ഒരു അളവ് പോലെ NCERT എല്ലാ കൊല്ലവും എല്ലാ 2 വർഷം കൂടുമ്പോഴും NAS എന്ന് പറഞ്ഞൊരു പരീക്ഷ നടത്തുന്നത്. NCERT നടത്തുന്നത്. അതില് കഴിഞ്ഞ തവണ 3, 5, 8 ക്ലാസ്സുകളിലാണ് നടത്തിയത്. അതിന്റെ വിദ്യാഭ്യാസ നിലവാരം അളക്കുന്നതിന് NCERT ഇന്ത്യ മൊത്തത്തിൽ നടത്തുന്ന ടെസ്റ്റാണ്. അതിൽ കഴിഞ്ഞ തവണ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അടിയിൽ നിന്ന് 3ാമത്തെയോ 4ാമത്തെയോ സ്ഥാനത്താണ് കേരളം കിടക്കുന്ന. അടിയിൽ നിന്ന് നിലവാരത്തിൽ സൂചികയിൽ ഈ പരീക്ഷ നടത്തി വന്നപ്പോ
മുകളിൽ മറ്റ് സംസ്ഥാനങ്ങൾ കിടന്ന് ഏറ്റവും അടിയിൽ നിന്ന് നോക്കിയ മൂന്നാമത് അതിന്റെ താഴെ 2 സംസ്ഥാനം കൂടി ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടെന്ന്. ഇത്തവണ അപ്പൊ ആ പരീക്ഷ ഇത്തവണ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് NCERT ആ വലിയ പരീക്ഷ നടത്തുമ്പോ അതിന് മുന്നോടിയായിട്ട് കേരളം വേറെ പരീക്ഷ നടത്തുന്നു, ഒരു ട്രെയിനിങ് നടത്തുന്നു, എങ്ങനെയെങ്കിലും അതിൽ കയറിയിട്ട് നിലവാരം ഉയർത്തി കാണിക്കാൻ. അപ്പൊ അത് പോലും ഈ പറയുന്ന വിദ്യാഭ്യാസ വിചക്ഷണന്മാര് അല്ലെങ്കിൽ വിദ്യാഭ്യാസ നയം രൂപീകരിക്കുന്നവര് അല്ലെങ്കിൽ സർക്കാർ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആ ആളുകൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് വിദ്യാഭ്യാസ നിലവാരത്തിൽ കേരളം പുറകിലാണ് എന്ന യാഥാർത്ഥ്യം. ഗ്രേഡിങ് മാർക്ക് കൊടുക്കൽ അത് എൻ്റെ വ്യത്യാസമുള്ള കാര്യം. ഞാൻ പറഞ്ഞത് വ്യത്യാസം അല്ലല്ല, ഈ നേരത്തെ പറഞ്ഞില്ലേ അപ് ടു ഈ പ്രൈമറി സ്കൂളിൽ നമ്മൾ ഓൾ പ്രൊമോഷൻ കൊടുത്തിട്ട് എഴുത്തും വായന ഇല്ലില്ല. അതല്ല ഇപ്പൊ ഈ നമ്മുടെ 10ാം ക്ലാസ് വരെയുള്ള സംഗതി ഇപ്പൊ എ ഗ്രേഡ് ബി ഗ്രേഡിലേക്ക് മാറ്റി. നമ്മുടെ ഈ 10 വരെ വേണ്ട സംവിധാനം തന്നെ ഗ്രേഡിങ്ങിലേക്ക് മാറിക്കഴിഞ്ഞു. മാർക്കിനല്ല, അത് ഗ്രേഡിനാണ്. A+ എന്ന് പറയണ എങ്ങനെയാ? എല്ലാ വിഷയത്തിലും A+, അല്ലാണ്ട് 90 മാർക്ക് കിട്ടിയ ആള് 91 മാർക്ക് കിട്ടിയ ആള് അങ്ങനെയല്ല പ്രാധാന്യം. അവരൊക്കെ A+കാരാ. ഞാൻ പറയണെന്ന് പറഞ്ഞാല് നേരത്തെ പറഞ്ഞില്ലേ ഓരോ കുട്ടികളുടെയും അഭിരുചി അനുസരിച്ചിട്ടാണ്. അപ്പൊ എഴുത്തും വായനയും മാത്രം അറിഞ്ഞാൽ മതി ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം. അത് കഴിഞ്ഞ് ഒരു 8th തൊട്ട് അവന് വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ അതില് ഒരു അധ്യാപകന് ഒരു കടമയുണ്ട്. ഒരു കുട്ടിയുടെ ഒരു കഴിവാവില്ല വേറൊരു കുട്ടിക്ക്, മനസ്സിലായ? അപ്പൊ എഴുത്തും വായനയും കഴിഞ്ഞിട്ട് അവന് കൂടുതൽ ഈ പൈതഗോറം ദിറംസോ അല്ലെങ്കിൽ A+B ഹോൾ സ്ക്വയർ ഒന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. E=MC² പഠിച്ചിട്ട് ഒരു കാര്യമില്ല, മനസ്സിലായ? അപ്പൊ ഒരു പരിധി വരെ പഠിപ്പിച്ചാൽ മതി, മനസ്സിലായി? അത് കഴിഞ്ഞിട്ട് കുട്ടികളുടെ ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ട് ഏതാണ് ഒരു കുട്ടിക്ക് ചിലപ്പോൾ മേസനാവാനോ ഇഷ്ടം, അല്ലെങ്കിൽ ഒരു പ്ലംബിംഗ് വർക്ക് ആയിരിക്കും ഇഷ്ടം. അതിനനുസരിച്ചിട്ടാണ് ഒരു 16-17 വയസ്സ് വരെ അവൻ പഠിക്കേണ്ടത്. അത് കഴിഞ്ഞ് ഒരു മിനിറ്റ് അത് കഴിഞ്ഞ് ആ കുട്ടി ജീവിതത്തിലേക്ക് കടക്കാണ്. ജീവിതത്തിലേക്ക് കടക്കുമ്പോ നീ ഒരു 15 കൊല്ലം വിദ്യാഭ്യാസം നേടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നിനക്ക് അവന് കഴിക്കാനുള്ള ഭക്ഷണത്തിനുള്ള വക അവൻ ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഈ എഡ്യൂക്കേഷൻ കൊണ്ട് എന്താണ് അവൻ നേടിയുള്ളത്? എഡ്യൂക്കേഷൻ കൊണ്ട് എന്താ നേടിയുള്ളത്? ചോദ്യമാണ്. അപ്പൊ ജോസെ അവിടെ ഒരു വിഷയമുള്ളത്, ഒരു 10-15 വയസ്സ് വരെ കുട്ടികളെ സംബന്ധിച്ച് മെയ്സൺ ആവാനോ കൽപ്പണിക്കാരനാവാനോ നല്ല വെൽഡർ ആവാനോ ഒരു എഞ്ചിനീയർ ആവാനോ ഞാൻ പറഞ്ഞു അത്തരം ജോലികളല്ല അവരുടെ സ്വപ്നങ്ങളിൽ ഉള്ളത്. ഇവിടെ വിഷയം കിടക്കുന്നത് എവിടെയാണെന്നറിയാം. ഇപ്പോ ഏതൊരു കുട്ടിയും ഏറ്റവും ചുരുങ്ങിയത് മിനിമം പോലീസ് ആവണം, കള്ളനെ പിടിക്കുക എന്നുള്ള വലിയ ധീരകൃത്യം ചെറുപ്പത്തില്. പിന്നെ അത് കഴിഞ്ഞാൽ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്നായിരുന്നു. ഇപ്പൊ എഞ്ചിനീയറിംഗിന് ഒരു ലേശം ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. അപ്പൊ കുട്ടികളുടെ ഒരു 14-15 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നില്ല സമൂഹത്തിൽ അല്ല ഒരു മിനിറ്റ് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, സമൂഹത്തിൽ ഞാനിപ്പോ സ്കൂളിൽ നമുക്ക് ആരാവണം എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ആളല്ലേ. അപ്പൊ കുട്ടികളുടെ ഇടയിൽ എനിക്കൊരു കൽപ്പണിക്കാരനാവണമെന്നോ, എനിക്കൊരു ആശാരി ആവണമെന്നോ, എനിക്കൊരു പ്ലംബർ ആവണമെന്നോ, വർക്ക്ഷോപ്പുകാരനാവണമെന്നോ, എനിക്ക് കൈക്കോട്ട് പണിക്കാരനാവണമെന്നോ ഒരു കുട്ടിയും എന്റെ 30 കൊല്ലത്തെ പറയട്ടെ എന്തുകൊണ്ട് പറയുന്നില്ല? അതവിടെ നിൽക്കട്ടെ. എന്തുകൊണ്ട് അവർ നല്ലൊരു ചിത്രകാരനാവുന്ന ചിത്രകാരന്റെ അവിടെ നിൽക്കട്ടെ, അത് വേറെ വ്യത്യാസമുണ്ട്. ഞാൻ ഈ പറയുന്ന തൊഴിലിനെ സംബന്ധിച്ചാ പറയണേ. മറ്റൊരു കലയില് മികവുള്ളവരാവണം എന്ന് ആഗ്രഹിക്കുന്ന, യേശുദാസ് ആവണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ കണ്ടിട്ടുണ്ട് ഞാൻ. നല്ല ചിത്രം വരക്കാര്, നല്ല ചിത്രകാരനാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മോഹൻലാലിനെ വരയ്ക്കണം എന്ന് എനിക്കിപ്പോ തന്നെ ആഗ്രഹമുണ്ട് എന്ന് പറയുന്ന കുട്ടികളെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഒരു തൊഴിലുമായി ബന്ധപ്പെട്ട ചോദ്യം വരുമ്പോ ഈ തരം ഒരു വൈറ്റ് കോളർ അല്ലാത്ത തൊഴിലുകൾ എന്ന് വേണമെങ്കിൽ പറയാവുന്ന മാനുവൽ ലേബേഴ്സ്, കാര്യങ്ങൾക്ക് കുട്ടികളിലെ ഈ ചെറുപ്രായത്തിൽ വലിയ താല്പര്യം ഞാൻ കണ്ടിട്ടില്ല. കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഏറ്റവും ചുരുങ്ങിയത് കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അതിനൊരു കാരണം ഉണ്ടാവില്ല. എന്തുകൊണ്ട് കുട്ടികൾക്ക് ഡോക്ടേഴ്സ് മതി, എഞ്ചിനീയർക്ക് മതി? എന്തുകൊണ്ട് വരുന്നു? അതിനൊരു കാരണമുണ്ടല്ലോ. ഞാൻ മനസ്സിലാക്കിയ കാരണം കുറെ കൂടി സാമ്പത്തികമായി മെച്ചപ്പെട്ട, സാമ്പത്തിക ഭദ്രതയുള്ള തൊഴില്, അധികാരമുള്ള തൊഴില്, പിന്നെ വലിയ ഒരു സമൂഹത്തിന്റെ അംഗീകാരം കിട്ടുന്ന തൊഴില്, അധികാരമുള്ള തൊഴില്, ബുദ്ധിമുട്ടില്ലാത്ത തൊഴിൽ, ഇത്തരം തൊഴിലുകളാണ് അവരുടെ സ്വപ്നങ്ങളിൽ.
വിമാനം ഓടിക്കണം. വിമാനം സാധാരണക്കാർക്ക് ഓടിക്കാൻ പറ്റുന്ന കാര്യമില്ല. എനിക്ക് പൈലറ്റ് ആവണം. പറയുന്ന ആൾക്കാരുണ്ട് എനിക്ക് കളക്ടർ ആവണം. അത് കറക്റ്റ്. അങ്ങനെ പറയുന്ന കുട്ടികളാണ് കൂടുതൽ. പക്ഷെ ആ ഒരു ഇതില് കുട്ടികളെ അന്ന് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ വെറും കൈക്കോട്ട് പണിക്ക് അല്ലെങ്കിൽ വെൽഡിങ്ങിന് ആ വെൽഡിങ് തന്നെ പഠിപ്പിച്ചു കൊടുത്താൽ മതിയില്ലേ? കുട്ടികൾക്ക് അത് താല്പര്യമില്ല. അല്ല ജോസ് പറയണതല്ല. പക്ഷെ അങ്ങനെ പറയുന്നത് ഞാൻ പറഞ്ഞത് എഴുത്തും വായനയും മസ്റ്റ് ആയിട്ട് പഠിച്ചേ പറ്റൂ. അല്ല, അത് പഠിച്ചു പറ്റുമ്പോഴും അവരുടെ ചെറുപ്രായത്തിൽ 10-15 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികളെ സംബന്ധിച്ച് 5 വയസ്സ് വരെ 10-15 വയസ്സ് വരെ അവർക്ക് ഉന്നതമായ ചിന്തകളാണ്. ഉണ്ടായിക്കോട്ടെ, ചിന്തകളിൽ അവരുടെ സ്വപ്നങ്ങളിൽ കാണട്ടെ, ഉദ്ദേശിക്കുന്ന വെൽഡറോ പ്ലംബറോ ആയിക്കോട്ടെ, കാരണോ ആവാനുള്ള ആഗ്രഹമില്ല. അവര് സ്വപ്നം കാണട്ടെ, അവര് സ്വപ്നം കാണട്ടെ. ഭദ്രതയും സമൂഹത്തിൽ അംഗീകാരം ഉള്ളതാണ് അവർ ചിന്തിക്കുന്നത്. ആയിക്കോട്ടെ, അവര് സ്വപ്നങ്ങൾ കണ്ടോട്ടെ, സ്വപ്നം കണ്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളത് നിഷേധിക്കണ്ടല്ലോ. വിദ്യാഭ്യാസ നയത്തില് ഈ സ്വപ്നം കാണാനാണ് വന്ന് പഠിപ്പിച്ചപ്പോഴാണ് ഈ നിലയിലേക്ക് എത്തിയത്. സ്വപ്നം കാണലല്ല വിദ്യാഭ്യാസം. നമ്മൾ അറിവുണ്ടാക്കുന്നത് ഒരു കാര്യമുണ്ട്, നമ്മൾ അറിവുണ്ടാകും. വിദ്യാഭ്യാസത്തിന്റെ മെയിൻ ഉദ്ദേശം ജോസ് പറഞ്ഞു, നമുക്കൊരു ജോലി കിട്ടുന്ന, അല്ലെ, നമുക്ക് ഭക്ഷണം കഴിക്കണം, നന്നായി ജീവിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, അതാണ്. അതിനാവരുത് വിദ്യാഭ്യാസം. അവിടെ വരുമ്പോൾ അല്ല, വിദ്യാഭ്യാസം മണി മേക്കിംഗ് ആവല്ല എന്നുള്ളത് ആദർശത്തിൽ പറയാം. പക്ഷെ മണി ഉണ്ടെങ്കിലാണ് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ട് വിദ്യാഭ്യാസം നമ്മൾ മണി മേക്കിങ്ങിനായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഇതേപോലെ വൈറ്റ് കോളർഷിപ്പിലേക്ക് പോകേണ്ടി വരുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ അധ്വാനം ഇല്ലാതെ, ശാരീരികമായിട്ടുള്ള അധ്വാനം ഇല്ലാതെ നമുക്ക് കൂലി കിട്ടുന്ന അല്ലെങ്കിൽ ശമ്പളം കിട്ടുന്ന, സ്ഥിരമായിട്ട് കിട്ടുന്ന ഒരു ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്ന അവരുടെ പേരൻസ് പോലും ആഗ്രഹിക്കുന്നത്. പാരന്റ്സിന്റെ ആഗ്രഹമാണ് പലപ്പോഴും കുട്ടികൾ പറയും. ആഗ്രഹമാണ്. 70% അപ്പൊ അതുകൊണ്ട് ഈ പേരൻസ് ആഗ്രഹിക്കുന്നത് ഇവൻ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഈ അവന്റെ ഭക്ഷണം, ഈ ജോസ് പറഞ്ഞ ആ ഭക്ഷണം ഉണ്ടല്ലോ, അതിന് നേടിയെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഈ ശ്രമത്തിലാണ് ഒരു പൈലറ്റ് ആവണമെന്ന് ഒരു കുട്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ പ്ലെയിൻ ഓടിക്കാനായിട്ട് ആ പ്ലെയിനിന്റെ എഞ്ചിൻ നന്നാക്കുന്ന ഒരു മെക്കാനിക് ആവണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഈ മെക്കാനിക് അതേ പറഞ്ഞ സമൂഹത്തില് എന്തോ അവിടെ ഒരു പ്രശ്നമുണ്ട്. അതാണ് പ്രശ്നം. അതാണ് കാര്യം. എന്തുകൊണ്ട് ആ പ്രശ്നം ഡോക്ടർ എഞ്ചിനീയർ മാത്രമേ അറിയുള്ളൂ. എഞ്ചിനീയറിനൊന്നല്ല, കുട്ടികൾ കാണുന്നത് സമൂഹത്തിന്റെ മൊത്തത്തിൽ അംഗീകാരം കിട്ടുന്നു, സമൂഹത്തിൽ സന്തോഷകരമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാവുന്ന തരത്തിലുള്ള സാമ്പത്തികം ലഭിക്കുന്നത്, ഒരു സെലിബ്രിറ്റി ആവാൻ പറ്റുന്ന പണിയുണ്ടോ, അതാണ് ചെയ്യുന്നത്. ഇപ്പൊ കേരളത്തില് ഈ ബംഗാളികളും ഈ പറയുന്ന തമിഴന്മാരും വന്ന് പണിയെടുക്കുന്നതിന് ഒരു കാരണം എന്താ? കൂലി 30,000 ഉറുപ്പ്യ കൂലി മിനിമം ഒരു ബംഗാളിക്ക് മാസം ഇവിടെ കിട്ടുന്നുണ്ട്. പക്ഷെ കേരളത്തിന്റെ കുട്ടികൾ 10,000 രൂപ വരെ മറ്റേ ഒന്നുമില്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലൊക്കെ അല്ല, ഡിഗ്രിയും കഴിഞ്ഞ് ഒരു കടയിൽ 15,000 കിട്ടണ ദിവസം 500 രൂപ കിട്ടുന്ന പഠിക്കുന്നിരിക്കുക. അപ്പോ അവിടെ പക്ഷെ ഈ കുട്ടികളാണ് യൂറോപ്പിൽ പോയിട്ട് ഈ മക്ഡൊണാൾഡ്സിലും മറ്റിടത്തും ജോലി എടുക്കുന്നത്. അവിടെ ചെല്ലുമ്പോ അവർക്ക് ഈ ഇതൊന്നും ഒരു പ്രശ്നമില്ല. കാനഡയിൽ പോയിട്ട് ട്രക്ക് ഡ്രൈവേഴ്സ് ആയിട്ട് എടുക്കുമ്പോ അല്ല, അതില് വിഷയമുണ്ട്. അതില് വിഷയം എന്ന് പറയാ വെച്ച് കഴിഞ്ഞാല് ഗൾഫില് പോയിട്ട് എല്ലാവരും അല്ല, അല്ലല്ലോ. അപ്പൊ ഈ കേരളത്തിൽ മാത്രമേ ഈ പ്രശ്നമുള്ളൂ ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട് എനിക്ക് എന്റെ സുഹൃത്ത് ബന്ധത്തിലും ബന്ധുമിത്രാദികളുടെ അടുത്തും ഞാൻ വലിയ ഇതുപോലെയുള്ള കഷ്ടപ്പെട്ട, അപ്പൊ അതൊരു സാമൂഹ്യ പ്രശ്നമാണ് പറഞ്ഞത്. ആ സാമൂഹ്യ മനോഭാവത്തില് ഒരു സാമൂഹ്യ പ്രശ്നമാണ്. ഓരോ തൊഴിലിനെയും മാന്യമായിട്ട് അംഗീകരിക്കാൻ നമ്മുടെ ഈ കാനഡയിൽ പോകുന്ന മിക്ക കുട്ടികളും, ഈവൻ നമ്മുടെ കേരളത്തിലെ കാര്യം പോട്ടെ, പോണവരും വിദേശത്ത് പോണവരും സ്വപ്നം കാണുന്നത് ഇപ്പോ KFC-യിലും മെക്ഡൊണാൾഡ്സിലും ചെയ്യുന്ന ജോലി എല്ലാവരും സ്വപ്നം കണ്ടിട്ടല്ല ഇവിടെ പോണത്. പക്ഷേ ഭക്ഷണം കഴിക്കുന്നതും ഇപ്പൊ തൽക്കാലം ജോലി കിട്ടുന്ന അറിഞ്ഞിട്ട് തന്നെ പോണേ. എന്റെ സുഹൃത്ത്, ആളുടെ പേര് ഞാൻ പറയുന്നില്ല, സുഹൃത്തുക്കള് അവരുടെ മക്കള് കാനഡയിലും ജർമ്മനിയിലും ഒക്കെ പോയിട്ടുണ്ട്. എന്റെ ബന്ധുക്കളുടെ മക്കള് ജർമ്മനിയിൽ പോയിട്ടുണ്ട്. അവര് പോകുമ്പോ അറിയാം അവിടെ ചെയ്യാൻ പോണ തൊഴിൽ ഇതൊക്കെയാണ്. പക്ഷെ പഠിച്ചു കഴിഞ്ഞ് ഈ തൊഴിൽ കിട്ടി അവിടെ കുറച്ചും കൂടി കഴിഞ്ഞാൽ അവിടെ നല്ല ജോലി കിട്ടി,
അവിടുത്തെ സിറ്റിസൺഷിപ്പ് കിട്ടി, ഈ നശിച്ച നാട്ടിലേക്ക് വരണ്ടല്ലോ എന്ന് പറഞ്ഞ ഒരുപാട് കുട്ടികൾ കണ്ടിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അതറിയാണ്ടല്ല അവിടെ പോണേ. ഇവിടെ ഇപ്പൊ കേരളത്തില് ബംഗാളി വന്ന് 30,000 രൂപയ്ക്ക് ശമ്പളത്തിന് ജോലി ചെയ്യുമ്പോ ഈ വൈറ്റ് കോളർ പരിപാടി അന്വേഷിച്ച് നമ്മുടെ കുട്ടികൾ 10,000-നും 12,000-നും 15,000-നും കടയിലോ ഹോട്ടലിലോ പോയി കണക്കെഴുതാനിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ആ അവസ്ഥക്ക് കാരണം എന്താ? എന്തിനു പറയണു, സ്വന്തം അപ്പാപ്പനും അമ്മാമ്മനും ഒരു കൈ പിടിച്ചിട്ട് പള്ളിയിലേക്ക് കൊണ്ടുപോകാത്ത പിള്ളേര് UK-ലും മറ്റിടത്തും പോയിട്ട് കെയർ ഹോമിൽ ജോലി എടുക്കാണ്. ഏത് സ്വന്തം അപ്പാപ്പനും അമ്മയുടെ കൈ പിടിച്ചിട്ട് അത് വരുമാന മാർഗം. അല്ല, അപ്പോ ഇത്രയ്ക്കുള്ളൂ. ശരിക്കും പറയാൻ വെച്ചാൽ നേരത്തെ പറഞ്ഞ വിഷയം ഉണ്ടല്ലോ, അതായത് ഇപ്പൊ നമ്മൾ മാർക്കായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം പറഞ്ഞല്ലോ. മാർക്കായിട്ട് ബന്ധപ്പെട്ടെങ്കിലും നമ്മൾ പലപ്പോഴും ഓഫീസുകളിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്. അവിടെ സാധാരണ ഉയർന്ന തലത്തിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ മിനിമം ക്ലറിക്കൽ കാഡറിൽ വർക്ക് ചെയ്യുന്ന ആളുകളെക്കാൾ എത്രയോ ഇന്റലക്ച്വലായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ, അതായത് ഡ്രൈവർമാര്, പിയൂൺ, എത്ര തരം ആളുകളുണ്ടെന്ന് അറിയാം. ചില സബ്ജക്റ്റിൽ അവർ ഭയങ്കര പ്രാവീണ്യം. ഒരു വ്യക്തിയുടെ കഴിവ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഈ മാർക്ക് മാത്രമല്ല എന്നുള്ള രീതിയിലേക്ക് പറയുന്ന ചില കാര്യങ്ങളാണ്. അതായത് ഒരു ആൾട്ടർനേറ്റീവ് സ്കൂൾ ഓഫ് സാരംഗ് എന്ന് പറഞ്ഞിട്ട് അട്ടപ്പാടിയിൽ നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട്. സ്ഥാപനം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ സിസ്റ്റം. അവിടെ വെള്ളത്തൂവലിന് മാഷായിരുന്ന ആള്, അതുപോലെ തന്നെ ഗവൺമെന്റ് സ്കൂളിൽ മാഷായിരുന്നു. അതേപോലെ തന്നെ ആളുടെ ഭാര്യയും ഇതേപോലെ തന്നെ ടീച്ചറായിരുന്നു. കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. കുട്ടികളായത് ആദ്യത്തെ മകൻ ഗൗതമിനെയാണ് അവരുടെ ആദ്യത്തെ ഇതാക്കിയത്, ശിഷ്യനാക്കിയത്. പക്ഷെ അതിനുശേഷം പിന്നെ അവരുടെ ഇപ്പോഴും വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ രീതിയാണ് ഫോളോ ചെയ്യേണ്ടത്. കാരണം ഓരോ കുട്ടികൾക്കും പല കഴിവുകളും പ്രകൃതിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് അവിടെ പറഞ്ഞു വരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ കുട്ടികളെയും ആത്മവിശ്വാസമുള്ള കുട്ടികൾ, അതായത് ഇപ്പോഴത്തെ ഇതിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഔദ്യോഗിക വിദ്യാഭ്യാസത്തിൽ വരുന്നത് പലപ്പോഴും പലരും ആത്മവിശ്വാസം കുറഞ്ഞ കുട്ടികളായിട്ട് മാറുന്നുണ്ടെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ. അല്ല, അതിലെ പ്രശ്നമുണ്ട്. അതിലെ പ്രശ്നമുണ്ട്. 15 കുട്ടികളെ അല്ലെങ്കിൽ 25 പ്രശ്നമുണ്ട്. പ്രശ്നമില്ല എന്നല്ല പറഞ്ഞത്. അത് നടത്തി പോകുമ്പോ ആ കുട്ടികൾക്ക് മികവുണ്ടാവാൻ സാധ്യത ഏറെയാണ്. കാരണം ഒരു മികവുള്ള അധ്യാപകൻ അയാൾ സ്കൂൾ നടത്തുക, അതിൽ കുട്ടികൾക്ക് ആവശ്യമായ പ്രോത്സാഹനവും ഇൻഡിവിജ്വൽ കെയറും കൊടുത്ത് വളർത്താനുള്ള സാഹചര്യം ഉണ്ടാവണം. അല്ല, അതിൽ പ്രശ്നമുണ്ട്. പ്രശ്നമില്ല എന്നല്ല പറഞ്ഞത്. സർക്കാർ ജനറൽ രംഗത്ത് അത് അത്ര എളുപ്പമല്ല. അത് എളുപ്പമല്ല. അതേസമയം ഇപ്പൊ പഴയ സിസ്റ്റം അനുസരിച്ച്, ഇപ്പൊ നമ്മുടെ ചെറുപ്പകാലങ്ങളിലുള്ള സിസ്റ്റം അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ശിക്ഷണ നടപടികളും അതുപോലെ തന്നെ എന്താ പറയാ തോൽപ്പിക്കലും ധാരാളം നടന്നിരുന്നു. എന്ന് വെച്ചിട്ട് ആ കുട്ടികൾ പരാജയപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് നമുക്ക് ചകഞ്ഞെടുത്ത് നോക്കുമ്പോൾ കുറെ കുട്ടികൾ പരാജയപ്പെട്ടിട്ടുണ്ട്. കുറെ കുട്ടികൾ അതിൽ ആത്മവിശ്വാസമുള്ള കുട്ടികൾ അല്ലെങ്കിൽ പല രീതിയിൽ അവര് വിജയമാക്കി മാറ്റിയ കുട്ടികളുണ്ട്. അപ്പൊ കുട്ടികൾ അപൂർവമൊന്നുമല്ല, കുറെ അധികം കുട്ടികളുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരാജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാശ്വതമായിട്ടുള്ള പരിഹാരമല്ല എന്ന് അവർ ഏതെങ്കിലും മേഖലയിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അവര് പിന്നീട് അങ്ങ് ഡെവലപ്പ് ചെയ്യാണ്. ഞാൻ പറയട്ടെ, അത് വരുമ്പോ ഇവിടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസത്തിന്റെ ഒരു നിലവാരത്തിന്റെ കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇയാൾ ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസ നിലവാരമല്ല, ഉദ്ദേശിച്ചത് വിദ്യാഭ്യാസ നിലവാരം എന്ന് അദ്ദേഹം പറഞ്ഞെങ്കിൽ പോലും കൂട്ടി വായിക്കാത്ത ആളുകൾക്ക് പോലും A+ കൊടുക്കുന്ന ഒരു സംവിധാനം, ആ സംവിധാനം ശരിയല്ല എന്നാണ് അയാൾ പറഞ്ഞത്. അയാൾ പറഞ്ഞത് ആ ഒരു സിസ്റ്റം ശരിയല്ല, അല്ലാതെ ഇവിടുത്തെ വിദ്യാഭ്യാസ രീതി ശരിയല്ലാന്നോ അല്ലെങ്കിൽ ആ ഒരു സംവിധാനം ആകെ തകരാറാണെന്നല്ല അയാൾ പറഞ്ഞത്. അയാൾ പറഞ്ഞത് അക്ഷരം അറിയാത്ത ആളുകൾക്ക് മറ്റു പല കാരണങ്ങളുടെ പേരിലും പലതരത്തിലുള്ള അഡീഷൻസ് വന്നിട്ടും അവര് ഫുൾ A+ കിട്ടിയതായിട്ട് വരുന്ന ഒരു രംഗം, പെർസെന്റേജ് ഓഫ് വിജയത്തിന്റെ ശതമാനം അതിങ്ങനെ വർദ്ധിച്ച് വരുന്നത്. അപ്പൊ അയാൾ പഠിക്കുന്ന കാലത്തും അയാൾ പറയുന്നുണ്ട് പലപ്പോഴും എനിക്ക് മാർക്ക് എത്രയായിരുന്നു എന്നുള്ളത് അയാൾ പറയുന്നുണ്ട്. IAS എടുത്ത കാര്യം അയാൾ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മാർക്ക് കിട്ടുന്നതിന് മറ്റു കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായ ഒരു വിലയിരുത്തൽ കുട്ടിയെ നടത്തി അതിനനുസരിച്ചുള്ള ചോദ്യപേപ്പറും
ഒരു പരിധി വരെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഈ പറയുന്ന മെമ്മറി ടെസ്റ്റ് തന്നെയാണ് പലപ്പോഴും നടക്കുന്നത്. അതിൽ അപ്ലിക്കേഷൻ ലെവലിലുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് പഴയ മാർക്കിന്റെ സംവിധാനത്തിലേക്ക് അത് പോവുകയും, അല്ലെങ്കിൽ ഇപ്പൊ ഗ്രേഡ് തന്നെ തുടരുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല, പക്ഷെ അർഹതയുള്ളവർക്കായിരിക്കണം ആ ഗ്രേഡ് കിട്ടേണ്ടത്. ആ രീതിയിലേക്ക് ഈ സംവിധാനം മാറിയില്ലെങ്കിൽ 100% കുട്ടികളും SLC ജയിക്കുമ്പോഴും എനിക്കും ജോസനും വിൻസെന്റിനും എല്ലാവർക്കും അറിയാം ഇതില് 50-60% തോൽക്കാനിടയുള്ള ആളുകളാണ്, അല്ലെങ്കിൽ 40% തോൽക്കേണ്ടവരാണ് ജയിച്ചു എന്ന് പറയുന്നത്. ആ ജയിച്ചവർക്ക് ആവശ്യമായ തുടർ വിദ്യാഭ്യാസം നൽകാൻ കഴിയാതെ വരിക, അതിനാവശ്യമായ സ്കൂളുകൾ ഇല്ലാതിരിക്കുക, അതിനാവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായും വിദ്യാഭ്യാസത്തിന്റെ നിലവാരം തകരും. ആ രീതിയിൽ അല്ലാതെ ഇവിടെ എനിക്കിപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിൽ തന്നെയാണ് എന്റെ ഒരു ഇത്. മുമ്പും ബിലോ ആവറേജ് ഉണ്ട്, മുമ്പും ആവറേജ് ഉണ്ട്, മുമ്പും എബവ് ആവറേജ് ഉണ്ട്. ആ കുട്ടികളൊക്കെ പണ്ട് കാലത്തും ഉണ്ട്, ഏത് കാലത്തും ഉണ്ട്, ഇനി വരാൻ പോകുന്ന കാലത്തും ഉണ്ടാവും. അറിവിന്റെ ഒരു അളവ് അവരുടെ കയ്യില് ഇപ്പോ പണ്ടുള്ളതിനേക്കാൾ കൂടുതലായിട്ടുണ്ടാവും. നേരത്തെ പറയുന്നത് പോലെ 5 വയസ്സുകാരന്റെ കയ്യിൽ മൊബൈൽ കൊടുത്താൽ അതിന്റെ എല്ലാ ടെക്നോളജിയും അവൻ അത് ഉപയോഗിക്കേണ്ട രീതി, കമ്പ്യൂട്ടർ കൊടുത്താൽ ഒക്കെ പറയുന്ന രീതിയിലേക്ക് കുട്ടികളൊക്കെ ന്യൂജൻ ആയി മാറിയിട്ടുണ്ട്. അതിലൊന്നും തർക്കമില്ല. എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഈ ഗ്രേഡിങ് വന്നത് ഒരു പക്ഷേ വിൻസെന്റ് ഒക്കെ പറയുന്ന പോലെ തോറ്റു എന്ന് പറയുമ്പോൾ കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു അപകർഷതാബോധം ആ കുട്ടിയെ താഴ്ത്തി കളഞ്ഞാലൊന്ന് പേടിച്ചിട്ടാണ്. അല്ലാതെ തോൽക്കുന്ന കുട്ടി തോറ്റു എന്ന് പറയുന്നതിന് പകരം അയാൾക്ക് ഗ്രേഡ് D ആണെന്നേ പറയുന്നുള്ളൂ. അത് നല്ലൊരു വഴക്കാണ്. പക്ഷേ ഈ D കിട്ടിയ ആൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ അവരറിയണം. അതുപോലെ A+ കിട്ടിയ കുട്ടികൾക്ക് അവർ ഈ ഇതിൽ നല്ല കുട്ടികളായിരിക്കണം. അല്ല, തോറ്റു എന്നുള്ള വാക്ക് ചിലപ്പോൾ ചില കുട്ടികൾക്ക് ഷോക്ക് ഉണ്ടാക്കും. അത് ഒഴിവാക്കാനായിരിക്കും ഗ്രേഡ് ഉണ്ടാക്കിയത്. പക്ഷെ ഈ ഷോക്കൊക്കെ അനുഭവിച്ചിട്ടല്ലേ വിൻസെന്റ് പഠിച്ച കാലത്തെ കുട്ടികളുടെ മാനസികാവസ്ഥ അങ്ങനത്തെ ആരും ചില വിഷയത്തിലൊക്കെ തോറ്റിട്ടുണ്ടല്ലോ. പണ്ട് ആരും സൂയിസൈഡ് ചെയ്തിരിക്കാം, പക്ഷെ ഇന്നത്തെ റേറ്റിൽ സൂയിസൈഡ് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫെയിലിയറെ കുട്ടികളെ പഠിപ്പിക്കുന്നില്ല. അല്ല, അത് അറിയണല്ലോ, കുട്ടികൾ ഫെയിലിയർ അറിയണം. തുടക്കം തൊട്ട് അറിഞ്ഞോട്ടെ. പക്ഷെ തുടക്കം തൊട്ട് അറിയണോന്നുള്ളതാണ് ഒരു പ്രായം കഴിഞ്ഞതിന് ശേഷം അറിയാത്തത് കൊണ്ടാണ് 6 വയസ്സുകാരൻ സൂയിസൈഡ് ചെയ്തത്. അവന്റെ ആഗ്രഹം ഫെയിലിയറായി. അവന് മൊബൈൽ ഇപ്പൊ തരണം പറഞ്ഞ മൊബൈല് അമ്മ കൊടുത്തില്ല, അവന്റെ ആഗ്രഹം ഫെയിലായി. ആ ആഗ്രഹം ഫെയിലായപ്പോ സൂയിസൈഡ് ചെയ്ത പറഞ്ഞ മാതിരി ആ ഗ്രേഡ് തിരിക്കലായിരിക്കും കുറച്ചുകൂടി നന്നായിരിക്കും. ഗ്രേഡാണ് അല്ല, ആ ഗ്രേഡ് തിരിക്കുന്നത് അധ്യാപകന് അവിടെ ഒരു പങ്കുണ്ട്. മാതാപിതാക്കളുടെ പോലെ തന്നെ അധ്യാപകന് അവിടെ ബന്ധമുണ്ട്. മാർക്ക് എന്ന് പറയുമ്പോ 91, 90 തമ്മിലുള്ള ഒരു കമ്പാരിസൺ വരുന്നുണ്ട്. അതായത് 92 കിട്ടുന്നവനും 91 കിട്ടുന്നവനും ഈ 99 100 കിട്ടിയവനും 99 കിട്ടിയവനും 100 കിട്ടിയവനോ. അപ്പൊ ആരാണ് ഫസ്റ്റ് റാങ്ക് വരുന്നത്, ആരാണ് സെക്കൻഡ് റാങ്ക്? ഞാൻ ഫസ്റ്റ് റാങ്ക് ആയില്ലല്ലോ. പക്ഷെ ഗ്രേഡിൽ അത് ഇല്ലല്ലോ. ഗ്രേഡില് 92 ഇപ്പോഴും 1200 മാർക്ക് +2-നാണെങ്കിൽ 1200 കുട്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വലിയ വാർത്ത തന്നെയാണ്. അപ്പൊ അത് കൃത്യമായിട്ട് അറിയാം. അപ്പൊ ഇവിടെ ഗ്രേഡ് പറയുമ്പോ തന്നെ മാർക്കും അറിയുന്ന രീതിയിലുള്ള ഒരു അഴകുഴമ്പൻ സംവിധാനമല്ലേ ഇപ്പൊ ഇത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റില് മറ്റ് രൂപത്തിന് നമ്മൾ വിദ്യാഭ്യാസത്തിന്റെ ഒരു ഇതെടുക്കുമ്പോൾ മൂല്യനിർണ്ണയം അതിന്റെ കാര്യങ്ങളൊക്കെ എടുത്ത് അതിന്റെ റിസൾട്ടിന്റെ രൂപത്തിലേക്ക് മാറുമ്പോൾ നമ്മളെ ഗ്രേഡ് നിശ്ചയിക്കുന്നതും എല്ലാം മറ്റ് CBSE സിലബസിലും മറ്റ് സിലബസിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ മറ്റേ എന്താ പറയാ NCERT അല്ല, നമ്മുടെ മെയിൻ ഐച്ഛിക ആ വിഷയങ്ങളിലുള്ള മാർക്ക് മാത്രമാണ് കൺസിഡർ ചെയ്യുള്ളൂ. നിങ്ങളുടെ കോ കരിക്കുലർ ആക്ടിവിറ്റീസിന് കിട്ടുന്ന മാർക്കുകൾ അത് റിസൾട്ടിനെ ബാധിക്കുന്നില്ല. നിങ്ങൾ ഒരു ഡാൻസ് അല്ലെങ്കിൽ യൂത്ത് ഫെസ്റ്റിവലിന് പോയി ഇത് ചെയ്ത് വരുമ്പോ അത് അവരുടെ ഗ്രേഡിൽ കൊടുക്കും. അവരുടെ റിസൾട്ട് ഷീറ്റില്
ഗ്രേഡ് ആയിട്ട് ഒരു അക്കാഡമിക്കലായിട്ട് അത് വരുന്നില്ലല്ല. സ്പോർട്സിന് നിങ്ങൾക്ക് ഗ്രേഡ് A+ ഉണ്ടായിരിക്കും. ഓക്കെ. പക്ഷെ അത് അക്കാഡമിക്കലായിട്ടുള്ള വരുന്നില്ല. വരുന്നില്ല. ഗ്രേസ് മാർക്ക് ഇല്ല. അതൊരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയിട്ട് വരും. ഒരു തരത്തിലും ബാധിക്കില്ല. ഓക്കെ. നിങ്ങളത് അക്കാഡമിക്കൽ വേറെ, സ്പോർട്സ് വേറെ. നിങ്ങളുടെ ആ റിസൾട്ട് ഷീറ്റില് ഇത് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കും. നിങ്ങൾ സ്പോർട്സിൽ A+, മറ്റേ കലാപരമായിട്ടുള്ള കാര്യത്തില് A ആണ് അല്ലെങ്കിൽ D ആണ്, അങ്ങനെയുള്ള രീതിയിൽ അവർ ഗ്രേഡ് കാണിച്ച് അതിനെ കവർ ചെയ്യാണ് ചേർക്കുകയാണ് ചെയ്യുന്നത്. വിദ്യാഭ്യാസത്തിന്റെ നിലവാരത്തെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. അതിനെ ക്രോഡീകരിച്ച് വിൻസെന്റിന് എന്താണ് പറയാനുള്ളത്? വിൻസെന്റിന്റെ അഭിപ്രായം. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഈ ഒറ്റ കാര്യമുള്ളൂ. അതായത് ഇല്ലാത്ത അറിവ് അല്ലെങ്കിൽ ഇല്ലാത്ത ഇമ്പോർട്ടൻസ് ചില കുട്ടികൾക്ക് കൊടുത്ത് സമൂഹത്തിന് ഉപയോഗമില്ലാത്ത തരത്തിലുള്ള കുറച്ച് കുട്ടികളെ പുറത്തു വിടുന്നതിൽ ഒരു നിരർത്ഥകതയുണ്ട്. അവരെ ശരിയായി തന്നെ വിലയിരുത്തണം. അതാണ് അദ്ദേഹം പറഞ്ഞത്. സിസ്റ്റത്തിന്റെ പിന്നെ പഠിപ്പിക്കുന്ന സിലബസോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന രീതിയോ ഒന്നും ക്വാളിറ്റി കുറഞ്ഞതായിട്ടല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. വിലയിരുത്തുന്ന രീതിയിൽ കുറച്ച് കാര്യമായ കുഴപ്പമുണ്ട്. ആ വിലയിരുത്തുന്ന രീതി അല്ലെങ്കിൽ വിലയിരുത്തിയിട്ടുള്ളത് ഭാവിയിൽ ഒരു കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിലയിരുത്തലുകളാണ് ഇപ്പൊ നടക്കുന്നത്. അതുകൊണ്ട് അതിൽ വ്യത്യാസം വരുത്തണം എന്ന് മാത്രമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം കേരളത്തിൽ കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നിലവിലുള്ളത്. അതുപോലെ ഉണ്ട്. അത് നല്ലത് തന്നെ. അദ്ദേഹം ഈ ഒറ്റ കാര്യത്തിലാണ് കറക്ഷൻ ആവശ്യപ്പെടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ശരിയായ കിട്ടാൻ പാടില്ല. എനിക്ക് തോന്നുന്നത് അയാള് പറഞ്ഞതിൽ വളരെയധികം സത്യാവസ്ഥയുണ്ട്. അയാള് അദ്ദേഹം പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും വളരെയധികം സത്യമാണ്. ഗ്രേസ് മാർക്കുകളും അതുപോലെ മോഡറേഷനും അമിതമായിട്ട് നൽകിയിട്ട് വിദ്യാഭ്യാസത്തിന്റെ ഒരു നിലവാരം അളക്കുന്നത് റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ള വിദ്യാധാരണ ആളുകളിൽ വരുത്തിയിട്ട് അത് ഉയർത്തി നിർത്താൻ ഇത്ര A+ കൂടി ഇത്തവണ അത് തെറ്റാണ്. അത് തീർച്ചയായിട്ടും തെറ്റ് തന്നെയാണ്. ഈ ടോപ്പാണ് എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോവുക. അവിടെ ചെല്ലുമ്പോ അതിനൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഷാവോയ്സിന്റെ ടീ ടോക്സ് എന്ന ഈ പരിപാടി ഇവിടെ സമാപിക്കുകയാണ്. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് സാറിന്റെ ഒരു വാചകത്തിൽ നിന്നാണ് ഇന്നത്തെ ചർച്ചയ്ക്ക് തുടക്കമായത്. ഉയർന്ന വിജയ ശതമാനവും കൂടുതൽ കുട്ടികൾക്ക് A+ കിട്ടുന്നതും വിദ്യാഭ്യാസത്തിന്റെ ഒരു നിലവാരത്തെ അടയാളപ്പെടുത്തുന്നതാണ് എന്ന് കരുതിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അത് അങ്ങനെ അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാത്ത കുട്ടികൾക്ക് പോലും A+ ലഭിക്കുന്നത് വിദ്യാഭ്യാസത്തിന്റെ ഒരു തകർച്ചയെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം കേരളത്തിന്റെ പൊതുമണ്ഡലത്തിലേക്ക് ഇട്ടുകൊടുത്ത ആ ഒരു വാചകം കേരളത്തിലെ ഭരണ നേതൃത്വവും വിദ്യാഭ്യാസത്തെ നിയന്ത്രിക്കുന്നവരുമൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ അങ്ങനെ ഒരു രീതിയിൽ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടോ എന്ന് ആത്മാർത്ഥമായും പരിശോധിക്കേണ്ടതുണ്ട് എന്ന നിഗമനത്തിലാണ് ഞങ്ങൾ എത്തിച്ചേർന്നത്. ഷാവോയ്സിന്റെ ടീ ടോക്സ് എന്ന ചർച്ച കണ്ട മുഴുവൻ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിൽ പങ്കെടുത്ത 2 വിൻസെന്റുമാർക്കും ജോസിനും അതുപോലെ തന്നെ ജോസിനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ബൈ ഫ്രം ഷാവോയ്സ്.